സാറേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാറേ ഒരു 2-3 മാസമായി ഷോട്ട് ഭയങ്കര പെയിൻ. രാത്രി ഒരു വിങ്ങല് പുറത്തേക്ക് കൈ പോകാൻ പറ്റില്ല, വീടാക്കാൻ പറ്റില്ല. ഈ കുളിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ തല തോക്കുമ്പോൾ കൈ പൊന്തുന്നില്ല. പ്രശ്നങ്ങൾ സാറേ ഭയങ്കരമായിട്ട്. ഞാനത് സാറിന് പേടിക്കേണ്ട പാവട്ടെ, ഇത് ഫ്രോസൺ ഷോൾഡർ ആണ്. ഞാൻ കാര്യം പറഞ്ഞു കേട്ടോ. നോക്കി ഞാൻ ഈ കൈ നോക്കിക്കോളൂ. ഈ കൈ ഇങ്ങനെ ചെരിച്ച് കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 80 ഡിഗ്രി സുഖമായി വരും, വേദന ഇല്ലാണ്ട് വരും. ഇപ്പൊ ഈ ഷോൾഡറിന്റെ ഉള്ളിലുള്ള മസിൽസും അതുപോലെ തന്നെ ഉള്ളിലുള്ള ലിഗമെന്റ്സ് ഒക്കെ ടൈറ്റ് ആയ ഫ്രീസ് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും, അത് ചുരുങ്ങിപ്പോകും. പിന്നെ നിങ്ങളുടെ മൂവ്മെന്റ് അതല്ല, ചെറിയ ജോബ് ഓഫ് മൂവ്മെന്റ് ഉള്ളൂ, ഒരു 20 ഡിഗ്രി ഉള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ അർത്ഥം എന്താ, ഉള്ളിലുള്ള മസിൽസും ലിഗമെന്റ്സും കട്ടി പിടിച്ചു പോയി. ഇത് വരാനുള്ള കാരണം എന്താ സാറേ? കാരണങ്ങൾ വളരെ സിമ്പിൾ ആണ്. നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് ഷുഗർ പേഷ്യൻസിനാണ്. പിന്നെ ഈ തൈറോയ്ഡ്, ഹൈപ്പോ തൈറോയിഡ്സ് ഉള്ള ആളുകൾ കാണും. പിന്നെ സ്ട്രോക്ക് വന്നുപോയ ആളുകൾ കാണും. അതുപോലെ തന്നെ എന്തെങ്കിലും അപകടം പറ്റിയിട്ട് കൈ അനക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ നമുക്ക് കാണാം. ശരി, ഇതിന് പ്രതിവിധി നമുക്ക് ശാശ്വതമായിട്ടുണ്ടോ സാറേ? നല്ല എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഉണ്ട്. പണ്ടൊക്കെ ആളുകൾ ഈ വേദന വെച്ച് ഒരുപാട് ഫിസിയോതെറാപ്പി എന്നെല്ലാം പറയും, പക്ഷെ ബുദ്ധിമുട്ടാണ്. പേഷ്യൻസിന് പെയിൻ ടോളറേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ ഇപ്പം മോഡേൺ ഇതിൽ ട്രീറ്റ്മെന്റ് 3 തരം ട്രീറ്റ്മെന്റ് ആണ് ഇതിനുള്ളത്. ഒന്ന്, ഈ ജോയിന്റിലേക്ക് നമ്മൾ ലോക്കൽ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനും ലോക്കൽ അനസ്തീഷ്യ ഇഞ്ചക്ഷനും ഇഞ്ചക്ട് ചെയ്യും. സബ് അക്രോമിയൽ ജോയിന്റിലേക്കും ഗ്ലീനോ ഹ്യൂമറൽ ജോയിന്റിലേക്കും. ഒരു 10 നിമിഷം കഴിഞ്ഞ് അവിടെ തരിച്ച ശേഷം നമ്മൾ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവന്നു ഉള്ളിലുള്ള ആ ടൈറ്റ് ടിഷ്യൂസിനെല്ലാം ബ്രേക്ക് ചെയ്യും. ഓക്കെ, ചില ആളുകൾക്ക് ഈ വേദന, ഈ പ്രൊസീജിയറിലുള്ള പെയിൻ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യും, അനസ്തീഷ്യ കൊടുത്ത് മയക്കം കൊടുത്തിട്ട് ഇതേ മാനിപ്പുലേഷൻ ചെയ്യും. 99% ആളുകൾക്കും ഇതിൽ തന്നെ അഡ്രസ് ആവും എല്ലാ പ്രശ്നവും. ചില ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കീ ഹോൾ സർജറി ചെയ്തിട്ട്, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ചെയ്തിട്ട് ആ കട്ടി പിടിച്ച ക്യാപ്സ്യൂളെല്ലാം റിലീസ് ചെയ്തേണ്ടി വരും. അത് ചെറിയ പ്രൊസീജിയർ, 50 മിനിറ്റ്സ് പ്രൊസീജിയറാണ്. മെജോറിറ്റി ടൈം അത് ആവശ്യം വരില്ല. ബാബോട്ടം ചെറിയ ഇഞ്ചക്ഷൻ വെച്ചാൽ മതി. ഒരു ബാബോട്ടം സബ് അക്രോമിയൽ സ്പേസിലേക്ക് നമ്മൾ ഇഞ്ചക്ട് ചെയ്യാം. ഇഞ്ചക്ഷൻ കൊടുത്ത ശേഷം ബാബോട്ടന്റെ ഈ ഏരിയ മൊത്തം തരിച്ചു പോയിട്ടുണ്ടാവും. ആ ഇഞ്ചക്ഷന്റെ ബലത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ആ ടൈറ്റ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നമ്മൾ ബ്രേക്ക് ചെയ്യണം. ഇപ്പൊ തന്നെ ശബ്ദം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ക്ഷമിക്കും ബാബോട്ടം, കേട്ടോ. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. ഇത് അബ്ഡക്ഷനും ഫോർവേഡ് ഫ്ലക്ഷനും കിട്ടും. ഓക്കെ, ഇതിന് കൂടെ ബാക്ക് മൂവ്മെന്റ് റൊട്ടേഷൻസ്, ഇന്റർ റൊട്ടേഷൻ കൂടാൻ വേണ്ടി കൈ ബാക്കിലേക്ക് ഇത് വഴി കൊണ്ടുപോയാൽ പേഷ്യന്റ് നല്ല ഇതുണ്ടാവും. ഇത് ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഇഞ്ചക്ഷനിൽ ലോക്കൽ അനസ്തീഷ്യ ഉള്ളത് കൊണ്ട് ഇമ്മീഡിയറ്റ് പെയിൻ റിലീഫ്. നമ്മുടെ പേഷ്യന്റ് ഉടനെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, പേഷ്യന്റ് നമ്മൾ എന്താ ഉദ്ദേശിച്ചത് അത് കിട്ടിയോ എന്ന് ഉദ്ദേശിക്കാൻ പറ്റും. ബാബോട്ട ഒന്ന് എനിക്ക് ബാബോട്ട മുന്നേ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളില്ലേ, കൈ പൊക്കുകയും ബാക്കോട്ടും, അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കി. ഇപ്പോ എനിക്ക് എല്ലാം പറ്റുന്നുണ്ട്. എനിക്ക് എത്താൻ പറ്റുന്നുണ്ട്. അതുപോലെ എനിക്ക് നേരത്തെ ഇവിടെ തൊടാൻ പറ്റുന്നില്ല, എനിക്ക് പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ ഫൈൻ. എനിക്ക് ഇങ്ങനെ ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, എനിക്ക് പറ്റുന്നുണ്ട്. നല്ല ഒരു കംഫർട്ടബിൾ അല്ലേ, കൈ ഫുൾ നന്നായിട്ട് പറ്റുന്നുണ്ട്. ബാബോട്ടിന്റെ ഉറക്കമാണ് ഞാൻ ഏറ്റവും ബെസ്റ്റ് ആകുമ്പോൾ. എന്ന് വെച്ചാൽ പല പേഷ്യന്റും ഈ വേദന വരുമ്പോൾ നൈറ്റ് പെയിൻ ആണ് അവരുടെ പ്രിഡോമിനന്റ് കംപ്ലൈന്റ്. അതെന്തായാലും കുത്തി വലിക്കുന്ന മാതിരിയായിരുന്നു സാർ. അതിപ്പോ എനിക്ക് ഒന്നുമില്ല. ഓക്കെ, അത് അനസ്തീഷ്യ എഫക്റ്റ് ആണ്. 3rd ഡേ ആകുമ്പോൾ നിങ്ങളുടെ വേദന കംപ്ലീറ്റ് മാറും. ഓക്കെ, താങ്ക് യു സാർ.